ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ചാണ്. ഗ്രിൽഡ് പനീർ സാൻഡ്വിച്ച്. ഹെൽത്തിയാണ്, ഈസിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: ബ്രെഡ്, അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് 4 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ പനീർ നമ്മൾ വലിയ പനീർ മേടിക്കുമല്ലോ, അത് നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ക്യാപ്സിക്കം, അത് അതിനകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് പകുതി വീതം. പിന്നെ നാരങ്ങ നീര്, കുരുമുളക് പൊടി, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ഈ നാരങ്ങ നീര് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അല്ല, ഞാൻ ഏകദേശം ഒരു 1/4 സ്പൂണോളം മാത്രമേ ഉപ്പെടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ്. നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാനത് കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്കിത് പനീറിൽ 2 സൈഡിലും തേച്ച് പിടിപ്പിക്കാം. 2 സൈഡിലും ഇത് നന്നായിട്ട് തേക്കുക, പനീറിലും ക്യാപ്സിക്കത്തിലും. ഉപ്പും ഒക്കെ നന്നായിട്ട് അതിൽ അലിഞ്ഞിട്ട് ശേഷം മാത്രമേ ഇത് തേക്കാൻ പാടുള്ളൂ. നമ്മളിത് ഗ്രിൽഡ് പനീർ സാൻഡ്വിച്ച് എന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മളിത് ദോശക്കല്ലിലിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം മറ്റേ സൈഡിലും കൂടെ ഇതുപോലെ നമുക്ക് തേക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. അതുപോലെ ക്യാപ്സിക്കത്തിൻ്റെ 2 സൈഡിലും ഇതുപോലെ ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ വേറെ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആദ്യം ആ ബ്രെഡ് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. ഞാൻ ഹെൽത്തി എന്ന് പറയാൻ കാരണം നമ്മൾ മറ്റൊന്നും ഇതിനകത്ത് ചേർക്കുന്നിട്ടില്ല. പനീർ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ബ്രൗൺ ബ്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഈ ബ്രെഡാണ് ഉപയോഗിച്ചേക്കുന്നത്, ഓപ്ഷണലാണ്. നമ്മൾ ബട്ടറോ ഒന്നും ഇതിനകത്ത് തേക്കുന്നില്ല. കണ്ടില്ലേ, അതിൻ്റെ നിറം മാറുന്നുണ്ട്. ഇടയ്ക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മളത് എടുത്തു. ഇനി നമുക്ക് പനീർ ഇതിലേക്ക് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കവും വയ്ക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക. കരിയാൻ പാടില്ല.
പനീർ കുറച്ച് കട്ടിയിൽ വേണം മുറിക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് 2 സൈഡും ഞാൻ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ആ ക്യാപ്സിക്കത്തിൻ്റെയും നിറം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിനകത്തേക്ക് വെക്കുക വേണ്ടുള്ളൂ. കണ്ടില്ലേ, ബ്രെഡിനകത്തേക്ക് പനീർ സ്ലൈസ് വെക്കുക, അതിൻ്റെ മീതെ ക്യാപ്സിക്കം വയ്ക്കുക. 2 ബ്രെഡിൽ ഞാനങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി മറ്റേ ബ്രെഡ് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, അപ്പം നമ്മുടെ ഗ്രിൽഡ് പനീർ സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. നാളെ 1 മണിക്ക് വേറൊരു വിഭവമായിട്ട് കാണാം. ബൈ ബൈ.